സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഉണക്കമുന്തിരി കൊണ്ടൊരു അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു ഉണക്കമുന്തിരി കിട്ടുകയാണെങ്കിൽ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 250 ഗ്രാം ഉണക്കമുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് വെള്ളം വാർത്ത് വയ്ക്കാം. അപ്പോൾ അത് നന്നായി കഴുകിയെടുക്കണം. അതിൽ മണ്ണും അതുപോലെ തന്നെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് നന്നായി കഴുകിയെടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു 2 അച്ച് ശർക്കരയും അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. മുന്തിരി വറുത്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണിത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. മധുരവും പുളിയും അതുപോലെ തന്നെ എരിവൊക്കെ ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ അച്ചാറാണ്. അപ്പം മുന്തിരി ഏതാണ്ട് ആയിട്ടുണ്ട്. ഇതൊന്ന് വീർത്ത് വന്നാൽ മതി. വല്ലാതെ ബ്രൗൺ കളറായിട്ട് വരുമൊന്നും വേണ്ട. ഒന്ന് വീർത്ത് വന്നാൽ നമുക്കത് വറുത്ത് കോരാം. അപ്പോൾ അതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ കമൻറ്റും ലൈക്കൊക്കെയാണ് മുന്നോട്ട് പോകാനുള്ളൊരു മാർഗം. അപ്പം അത് കോരിയെടുക്കാം. അത് വേർത്ത് വന്നപ്പോൾ കുറച്ച് അധികമുള്ള പോലെ തോന്നുകയാണ്. അപ്പം ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇന്ന് ഒഴിവാക്കിയിട്ടോ. അപ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതി. ഞാനിപ്പോൾ അരിഞ്ഞിരിക്കുകയാണ്. എനിക്ക് അച്ചാറിൽ ഇഞ്ചിയൊക്കെ ഒന്ന് ഇടയ്ക്ക് കടിക്കണതാണ് ഇഷ്ടം. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു വലിയ സ്പൂൺ തന്നെയാണ്. പിന്നെ കാശ്മീരി മുളക് പൊടിയല്ല, സാധാരണ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച മുളക് പൊടിയാണ്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തത്. അപ്പോൾ അതൊരു കപ്പ് പിഴിഞ്ഞ വെള്ളമുണ്ട്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അലിയിച്ച് വെച്ച ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി. ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനൊരു 1.5 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ശർക്കര പാത്രത്തിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ അച്ചാറിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. ഒരു 1/4 സ്പൂണ് ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വറുത്ത് വെച്ച മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ അച്ചാർ പാകമായിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയ കുപ്പികളിലൊക്കെ ആക്കി വയ്ക്കാം. നല്ല ഉണങ്ങിയ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കേടുവരാതിരിക്കും. അപ്പോൾ ഞാനത് തമ്പനയിലിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആക്കുകയാണ്. സൂപ്പർ ടേസ്റ്റുള്ള അച്ചാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.